അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് അൽ-ഹിമായ വെർച്വൽ അക്കാദമി സംഘടിപ്പിക്കുന്ന ഷിഫ ഖുർആൻ തഫ്സീർ ക്ലാസ്സിൻ്റെ 24ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്ത് മുൽക്കിലെ 24ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഫഅന ബിമാ അല്ലംതന വഅല്ലിംന മാ യൻഫഉന വസിദ്ന ഇൽമ. 24ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർളി വ ഇലൈഹി തുഹ്ശറൂൻ. ചെറിയ വചനമാണ്. ഖുൽ, നബിയെ പറയുക, ഹുവല്ലദീ, അവൻ, അല്ലദീ എങ്ങനെയുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ദറഅകും, നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ച് പരത്തിയിരിക്കുന്നു. ഫിൽ അർളി, ഭൂമിയിൽ. വ ഇലൈഹി, അവനിലേക്കാണ്. തുഹ്ശറൂൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്, ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. തുഹ്ശറു എന്ന് പറഞ്ഞാൽ മഹ്ശറ, നമ്മൾ സാധാരണ പറയാറുണ്ട്. മഹ്ശറ, ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം. ഹശറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. വ ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്നർത്ഥം. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു: ഐ ബസ്സകും ഫി അഖ്താരിഹ വ അസ്കനകും ഫി അർജാഇഹ. അഥവാ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അള്ളാഹു നിങ്ങളെ പരത്തിയിരിക്കുന്നു, അള്ളാഹു നിങ്ങളെ താമസിപ്പിച്ചിരിക്കുന്നു. വ അമറക്കും, അള്ളാഹു നിങ്ങളോട് പല കാര്യങ്ങളും കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇങ്ങനെയാണ്, നിങ്ങളുടെ കർമ്മങ്ങളിൽ കൊണ്ടുവരേണ്ടത് ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാകേണ്ടത് ഇങ്ങനെയാണ്. പല കൽപ്പനകളും റഹ്മാനായ റബ്ബ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. വനഹാക്കും, നിങ്ങൾക്ക് പല കാര്യങ്ങളും അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. വസ്ദ അലൈക്കും മിനൻ നിഅം മാ ബിഹി തൻതഫിഉ, നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സുമ്മ ബഅദ ദാലിക യഹ്ശുറുക്കും ലിയൗമിൽ ഖിയാമ, പിന്നീട് ഖിയാമത്ത് നാളിന് വേണ്ടി നിങ്ങളെ എല്ലാവരെയും റഹ്മാനായ റബ്ബ് ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം വരാനുണ്ട്. അതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിൻ്റെ അർത്ഥം പറയുക, അവനാണ് നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചു പരത്തിയത്, സൃഷ്ടിച്ചു വ്യാപിപ്പിച്ചത്, അവങ്കലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ജീവിതത്തിലേക്ക് ഈ ആയത്തിനെ കണക്ട് ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞത് ദറഅകും എന്നാണ്, നിങ്ങളെ സൃഷ്ടിച്ചു പരത്തി എന്നുള്ളതാണ്. അഥവാ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലായിക്കൊണ്ടാണ് നമ്മളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹു നൽകിയിട്ടുള്ളത്. ചില ആളുകൾ ഗൾഫിലാണ്, ചില ആളുകൾ കേരളത്തിലാണ്, ചില ആളുകൾ കേരളത്തിന് പുറത്തുള്ള ഇതര സ്റ്റേറ്റുകളിലാണ്, സംസ്ഥാനങ്ങളിലാണ്. ഇങ്ങനെ വ്യത്യസ്ത, അതുമല്ല എങ്കിൽ ഇന്ത്യയിലെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലാണ്, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളെ സംവിധാനിക്കുകയും നമ്മുടെ ഉപജീവനവുമായി, നമ്മുടെ ജീവിതവുമായി കണക്റ്റ് ചെയ്തുകൊണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ നമ്മളെ സൃഷ്ടിച്ച്, ആ സൃഷ്ടിപ്പ് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം നമ്മളെ പരത്തിയിരിക്കുകയാണ്, നമ്മളെ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ അവിടെ കുടുംബമായി, അവിടെ വീടായി, അവിടെ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെയായി നമ്മൾ താമസിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. പിന്നീട് അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങിപ്പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള മടക്കത്തെക്കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളെ ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറയെക്കുറിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട സംഗതിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിൻ്റെ ഗൗരവം നമ്മൾ ഓർമ്മപ്പെടുത്തി. തുദ്ന ശംസു യൗമൽ ഖിയാമ മിനൽ ഖൽഖ്, അന്ന് മനുഷ്യനിലേക്ക്, സൃഷ്ടികളിലേക്ക്
ഖിയാമത്ത് നാളിൽ സൂര്യൻ അടുപ്പിക്കപ്പെടും, അടുത്തു വരും. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ, ഒരു മീൽ അളവിൽ, അഥവാ നമ്മുടെ തലക്കുമീതെ തൊട്ടു മീതെ ചുട്ടുപഴിപ്പിക്കപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും കത്തിജ്വലിച്ച് നിൽക്കുന്ന രീതിയിൽ സൂര്യൻ നിൽക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ചൂടിനെക്കുറിച്ച് പറയുന്നു അല്ലേ? എന്തൊരു ചൂടാണ്. പ്രത്യേകിച്ച് മാർച്ചിലേക്ക് അല്ലെങ്കിൽ ഏപ്രിൽ, മെയ് എന്നുള്ള മാസങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ചൂടിനെ കുറിച്ച് പറയുന്നു. അതേപോലെ തന്നെ ഇതര നാടുകളിൽ, ഗൾഫിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, വിദേശത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചൂടിനെക്കുറിച്ച് പറയൂ, എന്തൊരു ചൂടാണ്. എത്രയോ അകലെയുള്ള സൂര്യൻ, എത്രയോ അകലെയുള്ള സൂര്യൻ. ആ സൂര്യൻ ഇപ്പോൾ നമുക്ക്, ആ സൂര്യൻ്റെ ചൂട് പോലും നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ, അതൊരു പ്രതിസന്ധിയായി, അതൊരു പ്രയാസമായി നമ്മൾ ഇപ്പോഴും പറയുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ആലോചിക്കുക, ആ സൂര്യൻ നമ്മുടെ തലക്കുമീതെ, തൊട്ടുമീതെ വന്നു നിൽക്കുന്നൊരവസ്ഥയെക്കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അങ്ങനെ വന്നു നിൽക്കുമ്പോൾ ഫയകൂനു നാസു അലാ ഖദരി അഅമാലിഹിം ഫിൽ അർഖ്, അങ്ങനെ മനുഷ്യൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ അന്ന് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സമയമാണ്. ഫമിൻഹും മയ്യക്കൂനു ഇലൽ കഅബൈൻ, ചില ആളുകളുടെ വിയർപ്പ് അവരുടെ നെരിയാണി വരെ എത്തിയിട്ടുണ്ട്. വമിൻഹും മയ്യക്കൂനു ഇലാ റുക്ബതൈ, ചില ആളുകളുടെ വിയർപ്പ് അവരുടെ മുട്ട് വരെ എത്തിയിട്ടുണ്ട്. വമിൻഹും മയ്യക്കൂനു ഇലാ ഹഖവൈ, ചില ആളുകളുടെ വിയർപ്പ് അവരുടെ അരവരെ, നടുവരെ എത്തിയിട്ടുണ്ട്. വമിൻഹും മയ്യുൽജിമുഹുൽ അർഖു ഇൽജാമ, ചില ആളുകൾക്ക് അവരെ വിയർപ്പിൽ മുക്കിയിട്ടുണ്ട്, അവരുടെ വായിലടക്കം വിയർപ്പായിട്ടുണ്ട്, അഥവാ വായ വരെ, അവരുടെ മൂക്ക് പോലും അതിൽ ഒരു കടിഞ്ഞാണിട്ട പോലെ, ലിജാമ് പോലെ അവരെ അതിൽ മുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ വരും. അതൊക്കെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും, അവർ ചെയ്ത തിന്മകൾക്കനുസരിച്ച്, അവർ ചെയ്ത പാപങ്ങൾക്കനുസരിച്ചായിരിക്കും അതെല്ലാം ഉണ്ടാകുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു മഹ്ശറയുടെ ഭയാനകത എത്രയോ ഹദീസുകളിലൂടെ, എത്രയോ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ആക്ഷൻ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ, ആ മഹ്ശറയിലേക്കുള്ള നമ്മുടെ യാത്ര, ആ ഒരു മരണം, അതാണ് മരണം. ആ മരണത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെയാണ്, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട്, ഭർത്താവുമായി ബന്ധപ്പെട്ട്, വീട്ടിലെ ജോലി തിരക്കുകളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കഴിഞ്ഞു പോകുകയാണ്. രാവിലെയാകുന്നു, വൈകുന്നേരം കഴിയുന്നു, രാത്രിയാകുന്നു, ആ ദിവസം ഡേ കഴിയുന്നു. ഇങ്ങനെ നമ്മുടെ ആയുസ് ഇങ്ങനെ കൊഴിഞ്ഞില്ലാതായി പോകുമ്പോൾ, അവിടെ ആ യാത്രയിൽ മഹ്ശറയിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. അന്ന് നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് റബ്ബ് ചോദിക്കും, നമ്മുടെ ആയുസ്സിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. അന്ന് പറയാൻ, അള്ളാഹിൻ്റെ മുമ്പിൽ വെക്കാൻ നമുക്ക് എന്തൊരു ഇബാദത്താണുള്ളത്, എത്ര ഇബാദത്തുകളാണ് നമ്മൾ ആ ശ്രദ്ധയോടെ ഇഖ്ലാസോടെ ചെയ്തിട്ടുള്ളത്, എത്രയാണ് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളത്. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓർക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ നമ്മൾ തയ്യാറാക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം, ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖസൗകര്യങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ ഒരുപാട് നിങ്ങൾ ഓർക്കണം. മരണത്തെ നിങ്ങൾ മറക്കാൻ പാടില്ല അല്ലേ? നമ്മൾ മറക്കുമ്പോഴാണ് നമ്മുടെ അയൽവക്കത്ത് മരണമുണ്ടാകുന്നു അല്ലേ? ഇന്ന ഹാജി മരിച്ചു എന്ന് പറയുന്നു, ആയിഷത്തത്ത മരിച്ചു എന്ന് പറയുന്നു അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പത്രം എടുത്തു നോക്കുമ്പോൾ വാഹനാപകടത്തിൽ മരണവാർത്തകൾ നമ്മൾ കാണുന്നു, വ്യത്യസ്ത നാടുകളിലെ മരണത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. ഇതൊക്കെ അള്ളാഹു നമ്മളെ റിമൈൻഡ് ചെയ്യുകയാണ് ഇല്ലേ? ഇന്ന വ്യക്തിയുടെ മരണവാർത്ത പത്രത്തിൽ ഇന്ന് നീ വായിച്ചുവെങ്കിൽ, ഈ ഒരു ദിവസം നിൻ്റെ മരണവാർത്ത പത്രത്തിൽ, അതല്ലെങ്കിൽ ഫോൺ മെസ്സേജുകളിൽ, ഫോൺ കോളുകളിൽ, മറ്റുള്ളവരുടെ സംസാരങ്ങളിൽ, ഇതാ ഇന്നയാൾ മരിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇതുവരെ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല, ഇന്നലെ വരെ ഞാൻ സംസാരിച്ചതായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തും. നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളെ പിശാച് മറപ്പിക്കുമ്പോൾ റസൂലുള്ള പറയുന്നത്, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വർദ്ധിപ്പിക്കണം. മരണത്തെ ഓർക്കാത്ത, നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കാത്ത ദിവസം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മയ്യത്ത് എടുത്തു വെച്ച് നമ്മുടെ കുടുംബക്കാർ നമ്മുടെ ചുറ്റും വന്ന് നിൽക്കുന്ന
അവർ കരയുന്ന, അവർ വിഷമിച്ചിരിക്കുന്ന, എപ്പോഴാണ് മയ്യത്തെടുക്കുക, എപ്പോഴാണ് കുളിപ്പിക്കുക എടുക്കുക, എപ്പോഴാണ് ഖബറെടുക്കുക എന്നൊക്കെ ചോദിച്ച് അവസാനം ഖബറടക്കി 3 പിടിമണ്ണ് വാരിയിട്ട് അവരൊക്കെ വീടുകളിലേക്ക് തിരിച്ചു പോരും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ സങ്കടം, വിഷമം കുറഞ്ഞ് ഇല്ലാതായിത്തീരും. പിന്നെ നമ്മൾ ഓർമ്മകളിലാകും, എപ്പോഴെങ്കിലും ഓർമ്മിക്കുന്ന, എപ്പോഴെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് സമാധാനത്തോടുകൂടെ ഖബറിൽ നൂറ്റാണ്ടുകളോളം കിടക്കണമെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. അതൊക്കെ സാധിക്കപ്പെടാം. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, പരീക്ഷണങ്ങളുണ്ടോ, ഇതൊക്കെ കഴിയും. ഞാൻ മരിച്ചു പോകേണ്ട ആളാണ്. നമ്മൾ ചിന്തിച്ചാൽ മതി. നന്മ ചെയ്യാൻ ആവേശം ഉണ്ടാകണോ, മടി തോന്നുകയാണോ? നന്മ ചെയ്യാനുള്ള ആവേശം മരണത്തെക്കുറിച്ച് ചിന്തിക്കുമുണ്ടാകും. ചിന്മയെക്കുറിച്ചുള്ള പേടിയും ബേജാറും മരണത്തെക്കുറിച്ച് ചിന്തിക്കുമുണ്ടാകും. അതൊക്കെ അതിനെല്ലാറ്റിനുള്ള ഒറ്റമൂലിയാണ് ദിക്റുൽ മൗത്ത്. അത് റസൂലുള്ളാഹി പറഞ്ഞ് നിങ്ങൾ വർദ്ധിപ്പിക്കണം. ആ ചിന്തയായിരുന്നു സഹാബത്തിനുണ്ടായിരുന്നത്, ആ ചിന്തയായിരുന്നു താബിഈങ്ങൾക്കുണ്ടായിരുന്നത്, ആ ചിന്തയായിരുന്നു സലഫുകൾക്കുണ്ടായിരുന്നത്. ആ ചിന്തയായിരുന്നു നന്മകളിൽ മുന്നേറാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, പ്രതിസന്ധികളിൽ, പരീക്ഷണങ്ങളിൽ അതിനെ അതിജയിക്കാനുള്ള ഈമാനികമായ കരുത്ത് നേടാൻ മഹാന്മാരായ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്ന പ്രചോദനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നുപോകുന്നു. ആ മരണത്തെ നമ്മൾ മറന്നുപോകുന്നു. അള്ളാഹുവിലേക്ക് തിരിച്ച് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന യാത്രയെക്കുറിച്ച് നമ്മൾ മറന്നുപോകുന്നു. അത് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി ദിവസം നമ്മൾ സമയം നിശ്ചയിക്കുക, മരണത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ. അപ്പോൾ നമ്മുടെ നമുക്ക് പ്രശ്നങ്ങളല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അള്ളാഹു മരണത്തെ കൂടുതലായി ഓർമ്മിക്കാനും അതിനനുസരിച്ച് കൂടുതൽ നന്മ ചെയ്യാനും ചിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും പ്രതിസന്ധികളെ അതിജയിക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.